നവ്യ ആദർശിൻ്റെ അടുത്തേക്ക് പോയിട്ട് അന്ന് കല്യാണത്തിന് മുമ്പ് അഭിയുമായി നടന്ന സംഭവങ്ങളെല്ലാം, അതുപോലെ തന്നെ കല്യാണ സമയത്ത് അഭി പറഞ്ഞതും ഒളിച്ചോടിപ്പോയതും നയന പലതവണ പിടിക്കാൻ വന്ന കാര്യങ്ങളും എല്ലാം തന്നെ നവ്യ ആദർശിനെ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട്. നയന ഈ കാലത്തുള്ള നിരപരാധി ആദർശേട്ട, ഇത്രയും കാലം ഞാൻ അവളെ മനസ്സിലാക്കാതിരുന്നത് അതിലെനിക്കിപ്പോൾ കുറ്റബോധമുണ്ട്. ആദർശേട്ടൻ ഒരിക്കലും ആ കാര്യം പറഞ്ഞ് അവളെ ഉപദ്രവിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, ഞാൻ ഒരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ല, അവൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നതല്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് എനിക്കെന്ന് പറയുമ്പം അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് പച്ചയായ പരമാർത്ഥമാണ്. ആ ജലജ അപ്പച്ചിയാണ് മുഖം മൂടിയിട്ട് നയനയുടെ അവിടേക്ക് വന്നിരിക്കാൻ പറഞ്ഞത്. അത് ആ പാവം മനസ്സിലേക്കായിരുന്നു. അങ്ങനെ അവളൊരു നിവൃത്തിയില്ലാതെ ഞങ്ങളുടെ അച്ഛനെയും നിങ്ങളുടെ മുത്തശ്ശനെയൊക്കെ ഓർത്ത് വേറെ ഒരു ഗതിയില്ലാതെ അവിടെ ഇരുന്ന് താലി കെട്ടി പോയതാണ്. ഒരിക്കലും നയന വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ല, ഒരാളെയും പോലെ പ്രണയിച്ചിട്ടും ഇല്ല. അവളായിരുന്നു വീട്ടിലെ ചിലവുകളൊക്കെ നോക്കിയിരുന്നത്, അച്ഛനെ സഹായിച്ചിരുന്നതും എൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നതും അനിയെ പഠിപ്പിച്ചിരുന്നതും എല്ലാം അവൾ തന്നെയാണ്. അന്നൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു പണക്കാരനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും നടക്കായിരുന്നു. പക്ഷേ നയന അങ്ങനല്ല, അവൾ ഒരിക്കലും ഒരു പണക്കാരനൊന്നും വിവാഹം കഴിക്കില്ല. വിവാഹത്തെക്കുറിച്ച് പോലൊക്കെ യാതൊരു സ്വപ്നവും ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും ആർട്ട് ഗാലറി മുമ്പോട്ട് കൊണ്ടുവന്ന് അച്ഛൻ്റെ കടങ്ങളെല്ലാം വീട്ടി സന്തോഷമായിട്ട് ജീവിക്കണം, നന്ദുവിനെ പഠിപ്പിച്ച് വലിയ നെല്ലെത്തണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയാണ്. ആ സമയത്താണ് ഇടുത്തി പോലെ ഈ ഒരു സംഭവം വന്ന് വീഴുന്നത് അവളുടെ തലയിലേക്ക്. ഞാൻ ഉണ്ടാക്കി വെച്ചതല്ല പ്രശ്നങ്ങളും, പക്ഷേ എല്ലാത്തിനും ബലിയാടായത് അവളാണെന്നൊക്കെ പറയാണ്. അതുകൊണ്ട് ആദർശേട്ടൻ ദയവ് ചെയ്ത് അവൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴും ആദർശേട്ടൻ അവളോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഗർഭിണിയായ സമയത്തെ കാര്യം പോലും ഞാൻ ഗർഭിണിയാണെന്ന് അവൾ അറിയുന്നത് തന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് എൻ്റെ ഫോണിലേക്ക് കാര്യങ്ങൾ പറയുമ്പം മാറിപ്പോയി ഫോൺ എടുക്കുന്നത് അവളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞ് ഇതേ സമയത്ത് അവൾ ആ ഫോണും കൊണ്ട് തന്നെ താഴേക്ക് ഓടി വരുന്നത് എല്ലാവരോടും പറയാനായിട്ട്. ആ സമയത്ത് അഭി എൻ്റെ കഴുത്തിലേക്ക് താലി കെട്ടിക്കഴിഞ്ഞു. ഈ സമയത്തെങ്ങാണ് പറഞ്ഞാൽ ചേച്ചി വിധവയായി പോകും, അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേച്ചിനെ അപ്പോൾ തന്നെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ടാണ് അവൾ പറയാഞ്ഞത്. അതിനുശേഷം വിവാഹത്തിന് ശേഷം മുറിയിലേക്ക് എന്നെ വിളിച്ച് തള്ളിക്കൊണ്ട് പോയിട്ട് എന്നെ കട്ടിലാൾ പിടിച്ച് തള്ളിയിട്ടിട്ട് ചേച്ചി ഗർഭിണിയാണല്ലേ എന്ന് പറഞ്ഞിട്ട് അവളെന്നെ ശരിക്കും വഴക്ക് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് വിളിച്ച കാര്യവും ഞാൻ ഗർഭിണിയില്ലെന്ന് അറിഞ്ഞ കാര്യങ്ങളും ഒക്കെ അവളിനോട് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഭീഷണിപ്പെടുത്തി താഴെ പോയത് ആരോടെങ്കിലും പറഞ്ഞാൽ ആ നിമിഷം ഞാൻ അവിടെ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞുള്ള ഭീഷണിപ്പെടുത്തിയോണ്ടാണ് അവൾ ആരോടും ഒരു കാര്യങ്ങളും പറയാഞ്ഞത്. കരഞ്ഞുകൊണ്ട് ചേച്ചി ദയവ് ചെയ്ത് ഇത് എല്ലാവരോടും പറയുന്നത് പല തവണ എന്നോട് പറഞ്ഞതാണ്. പല തവണയും ഓരോ തവണ ഡോക്ടറെ കാണാൻ പോകുമ്പോഴും ഡോക്ടർ വരുമ്പോഴും എല്ലാം ചേച്ചി ദയവ് ചെയ്ത് എല്ലാവരോടും പറ, അല്ലെങ്കിൽ ഞാനെങ്കിലും പറയാമെന്നൊക്കെ അവൾ പറഞ്ഞതാണ്. അപ്പോഴേക്കും കഴുത്തിൽ കത്തി വെച്ചിട്ട് ഞാൻ അവളെ ഭീഷണിപ്പെടുത്തിയത് പറയാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ ഒരു തവണ വന്നിട്ട് ചേച്ചി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയാൻ പോകാമെന്ന് പറഞ്ഞു. അന്ന് ആ ഡാൻസിൻ്റെ ഇടയ്ക്ക് എൻ്റെ വയറിൽ നിന്നും പാടഴിഞ്ഞ് താഴെ പോയി. ഇത് കണ്ടിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ എല്ലാവരോടും പറയാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പോഴൊരു കത്തിയെടുത്ത് കഴുത്തിൽ വെച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. എനിക്ക് ഈ ജീവിതം അത്യാവശ്യമായിരുന്നു, ഇങ്ങനൊരു നാടകം കളിക്കാൻ ഇല്ലെങ്കിൽ അഭി എന്നെ സ്വീകരിക്കില്ലായിരുന്നു ആദർശേട്ടാ. അഭി എന്നെ ചതിച്ചിട്ട് കടന്ന് കളയാനുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. അഭി എന്നെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയി വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ട് അവൻ വേറെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകണമെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു പ്ലാനിങ് ചെയ്തത്. ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം, ന്യായീകരിക്കല്ല. പക്ഷേ എൻ്റെ മുമ്പിൽ അപ്പോൾ എനിക്ക് വേറെ ഒരു വഴിയും കണ്ടില്ല എന്ന് നവ്യ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാനവിടെ നിന്ന് ലാസ്റ്റായിട്ട് ഇവിടെ നിന്നും വളകാപ്പും കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് കുട്ടി അബോഷനായി പോയെന്നും പറഞ്ഞ് തിരികെ വരാനുള്ള പ്ലാനിങ് ആയിരുന്നു. ഇത് ഞാൻ നയനോട് പറഞ്ഞ നയനെ അപ്പോൾ അതൊന്നും ശരിയാവില്ല, എല്ലാവരും ഇങ്ങനെ പറ്റിക്കരുത്, മുത്തശ്ശിയൊക്കെ എന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്, അവർ മുമ്പിലൊക്കെ കള്ളത്തരം പറഞ്ഞത് എനിക്ക് ഒരുപാട് വിഷമമാകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ അവളെ ഭീഷണിപ്പെടുത്തിയതാണ്, ദയവ് ചെയ്ത് ആദർശേട്ടൻ അവളെ ഒന്നും പറയരുതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശനോട് പറയാണ്, ഇപ്പോൾ ആദർശേട്ടൻ അവളോട് യാതൊരു സ്നേഹവും ഇല്ലാന്നും നിങ്ങൾ തമ്മിൽ ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടില്ലെന്നും എനിക്കറിയാം, അതെല്ലാം ഞാൻ കാരണം ഉണ്ടായ പ്രശ്നങ്ങളാണ്, ഇതിനെല്ലാം മൂല കാരണം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ആദർശൻ അവളെ വെറുക്കരുത്, ആദർശൻ അവളെ ഭാര്യയുടെ സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നവി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ആദർശ് അതുവരെ അവൾ പറഞ്ഞ കാര്യങ്ങളും അന്ന് നടന്ന സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും കൂടെ റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്. ശരിയാണ്, പലതവണ നയനെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും. അതുപോലെ തന്നെ നവ്യനെ ഉപേക്ഷിച്ച് വന്നപ്പം നവ്യ വീട്ടിലേക്ക് രാത്രി വന്ന് കയറിയപ്പോഴും നയനെ പറഞ്ഞാണ് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന്. എന്നാൽ അഭിയുടെ ആ ഒരു താളത്തിനനുസരിച്ച് തുള്ളുന്ന പാവയായിരുന്നല്ലോ നവ്യ ഇത്ര നാളും. അതും ആദർശം മനസ്സിലാലോചിച്ച് നോക്കുകയാണ്. അവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നതും അവളുടെ കുടുംബത്തിന് വേണ്ടി പോയി കഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ആദർശം കൊടുക്കുന്നുണ്ട്. അങ്ങനെ നയനയുടെ മനസ്സിൻ്റെ നന്മയും ആ ഒരു വലിപ്പമൊക്കെ ആദർശം മനസ്സിലാക്കുന്നുണ്ട്.
അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കോഫിയായിട്ട് നയന കയറി വരുന്നുണ്ട് കേട്ടോ. വരുമ്പോഴൊന്നും ആദർശമായിട്ട് മിണ്ടാത്തതുകൊണ്ട് തന്നെ കോഫിയോട് വെച്ചിട്ട് നയന തിരിഞ്ഞു പോവാണ്. അപ്പോഴേക്കും എന്താ നയന കോഫിയോട് വെച്ചിട്ടൊരു വാക്കുപോലും പറയാതെ പോവാണെന്ന് ചോദിക്കുമ്പം അല്ല, എപ്പോഴും ഞാൻ കൊണ്ടുവന്ന് കോഫി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, നിങ്ങളപ്പം എന്നെ വഴക്ക് പറയില്ലേ, പിന്നെ ഞാൻ എന്തിനാ പറയുന്നത്, അതുകൊണ്ടാണ് പോകുന്നതെന്ന് പറയുമ്പോഴേക്കും ഇനി ഞാനങ്ങനെ വഴക്കൊന്നും പറയില്ല, നീ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയാണ് ഈ കടലയോട് കുറച്ചേരം ഇരിക്കുന്നു പറയുമ്പോൾ എന്താ ആദർശട്ടെ പറഞ്ഞത്, ആദർശിൻ്റെ അടുത്ത് ഇരിക്കാൻ എന്നെ വിളിക്കുന്നോ, വല്ലാത്ത അത്ഭുതമായി പോയല്ലോ എന്ന് പറയുമ്പോഴേക്കും അല്ല, നവ്യ ഇപ്പോൾ ഇവിടെ വന്നിട്ട് അവൾ വിവാഹത്തിന് മുമ്പേ തൊട്ടുള്ള ഇവിടം വരെയുള്ള കാര്യങ്ങളെല്ലാം എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. ഇത്ര നാൾ എനിക്ക് നിന്നെ മേലെ കുറച്ച് സംശയങ്ങളും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പം മാറി, നീ നവ്യയുടെ മുമ്പിൽ വലിയടാവുമായിരുന്നു എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല, ഞാൻ മാക്സിമം ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അമ്മയോ എന്നെ സ്നേഹിക്കുകയാണെന്നോ എന്നെ ഇതാക്കുകയാണെന്നോ അല്ല നിങ്ങളുടെ അമ്മ അറിഞ്ഞാൽ പിന്നെ തീർന്നില്ല നിങ്ങളുടെ കാര്യം, നിങ്ങളെ എടുത്തമ്മ പപ്പടം പൊരിക്കുന്നതിൽ പൊരിച്ചുകളെന്ന് പറയാണ്. അതെ, അമ്മയൊന്നും അറിയണ്ട, നമ്മളുടെ സ്നേഹം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ഒളിച്ചു മാത്രമൊക്കെ സ്നേഹിക്കണം ആദർശേട്ടാ, സ്നേഹം എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം അതൊക്കെ കുഴപ്പമുണ്ട്, നീ പറഞ്ഞങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഓഫീസിലെ കാര്യമൊക്കെ പറയാണ്. ഓഫീസിൽ അത്യാവശ്യമായിട്ട് കുറച്ച് വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട്, നീ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ, ഇന്ന് നമുക്ക് പകലെനിക്ക് സമയമില്ല, പകൽ ഓഫീസിലേക്ക് പോവാണ്, രാത്രി വന്നിട്ട് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാമെന്ന് പറയുമ്പം നയനെ പറയാണ് എനിക്ക് സമ്മതം ആദർശേട്ടാ, രാത്രിയിലൊക്കെ എന്നെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാൻ എന്ത് രസമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ രാത്രിയിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാമെന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രിയിലാവുമ്പോൾ രണ്ടുപേരും കട്ടിലത്തിന് ഇരിക്കുകയാണ്, അങ്ങനെ ഓരോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നയന ഈ ഒരു ഡൗട്ട് ആദർശോട് ചോദിക്കുകയാണ്, ആദർശേട്ടാ ഇതെങ്ങനെ ചെയ്യേണ്ടത് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേക്കും ആദർശമുള്ള അടുത്തേക്ക് നീങ്ങിപ്പോയിരുന്നിട്ട് അവളുടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴേക്കും പതിയെ ആദർശ് ഇങ്ങനെ നേരെ അടുത്തൊരു മുട്ടിലും ഇരിക്കുമ്പോഴേക്കും നയനയ്ക്ക് വല്ലാണ്ട് അതൊരു ഫീൽ ആവുന്നുണ്ട്. നയന എന്നിട്ട് ആദർശിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ അവൻ അറിയാതെ നോക്കുകയാണ്. പെട്ടെന്ന് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നയനയുടെ മുഖത്തേക്ക് നോക്കുന്ന ആദർശും രണ്ടുപേരും കണ്ണുകൾ തമ്മിൽ ഉടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആദർശ് നയനയുടെ ചുണ്ടത്തായിട്ട് ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും അവിടെ വെച്ച് പതിയെ ഒരു കിസ് ചെയ്യുന്ന ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്നായിരിക്കും നയന ഇങ്ങനെ അവനെ തട്ടി മാറ്റുന്നത്. ആദർശം അങ്ങനെ മാറി നിൽക്കുകയാണ്. എന്നിട്ട് സോറി നയന എന്ന് പറയുമ്പോൾ അവളിങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് ആദർശ് പറയണം മതി, നാളെ ഇനി വർക്ക് ചെയ്യാം, എനിക്ക് ഒരു വല്ലാത്തൊരു ഫീലിങ്സ് പോലെ, നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ആദർശ് പെട്ടെന്ന് തന്നെ കട്ടന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. നയന അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആദർശ് പതിയെ അവിടെ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. നയനിപ്പോൾ ആദർശത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആദർശം പറയാണ് ദയവ് ചെയ്ത് നീ ഇങ്ങനെ നോക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ച് വല്ലാത്തൊരു പ്രണയം പൂടുന്നുണ്ട് കേട്ടോ. ആ ഒരു ദിവസമാണ് നയനയുടെയും ആദർശിൻ്റെയും പ്രണയം ശരിക്കും സ്റ്റാർട്ടാവുന്നത്. അങ്ങനെ ആദർശ് പിന്നെയും എന്ന് കിടക്കുന്നുണ്ട്. എന്നിട്ട് നയനോടുള്ള പ്രണയത്തിൽ ആദർശിനെ മതിമറന്ന് കിടക്കുകയാണ് അവിടെ ഇങ്ങനെ. അങ്ങനെ നയന ഉറങ്ങുകയാണ്. അപ്പോൾ ആദർശിനെ കണ്ണു തുറന്ന് നയനെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കായിരിക്കും. നയനയുടെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവളുടെ മുഖത്തൊന്ന് കണ്ണെടുക്കാതെ ഇങ്ങനെ നയനെ തന്നെ നോക്കി കിടക്കായിരിക്കും കേട്ടോ. ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസും ഡെയിലി എപ്പിസോഡ്സും റിവ്യൂസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.